CPM-ൽ പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു. ഇനി പിണറായി എന്ത് ചെയ്യും? എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ KS രാധാകൃഷ്ണൻ സാർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, അധ്യാപകനാണ്, സാമൂഹിക നിരീക്ഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ പിണറായി ഒത്ത് ജോലി ചെയ്തിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന കാലത്ത് കുറേ കാലം പിണറായി ആയിരുന്നു. അതായത് ചീഫ് മിനിസ്റ്ററാണ് അതിനകത്ത് നമ്മുടെ ബോസായിട്ട് വരും. ബോസ് ഗവർണറാണ്, പക്ഷേ ചീഫ് മിനിസ്റ്ററാണ് അതിൻ്റെ അകത്ത് ഈ ഗവൺമെൻറ്റിൽ ബന്ധപ്പെടുക. അദ്ദേഹത്തോട് ആ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ മതിപ്പാണ്. അദ്ദേഹം വളരെ മാറ്റർ ഓഫ് ഫാക്റ്റാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ലോജിക്കലായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ. പിന്നെ പാർട്ടിക്കാരൻ എന്നുള്ളതൊക്കെ അങ്ങനെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പാർട്ടിക്കാർ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ VS അച്യുതാനന്ദൻ്റെ പ്രശ്നം വന്ന് പാർട്ടി ശരിക്ക് നെടുകെ പിളരും എന്നൊരവസ്ഥ വന്നിരുന്നു. 2-3 വട്ടം പാർട്ടി പിളരുന്നതിൻ്റെ വക്ക് വരെ എത്തി. അങ്ങനെ ഇരുന്ന പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കത്തക്ക വിധത്തിൽ ആക്കിയെടുത്തതിൽ പിണറായിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ആദ്യം പിണറായി ജയിച്ചപ്പോൾ VS അച്യുതാനന്ദൻ ഭക്തന്മാരെല്ലാവരും കൂടി പറഞ്ഞു വരുത്തിയത് അച്യുതാനന്ദൻ്റെ ചെലവിൽ വന്നെന്നാണ്. പക്ഷേ തുടർഭരണം കിട്ടിയപ്പോൾ അതും പോയി. കാരണം പിണറായിക്ക് തന്നെ കിട്ടിയതാണ്. അങ്ങനെ 2 വട്ടത്തിൻ്റെ ഭരണത്തിന് ശേഷം പിണറായിയുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തി തോന്നി, പാർട്ടി പ്രവർത്തകർക്ക് അതൃപ്തി തോന്നി. പാർട്ടി പ്രവർത്തകരിൽ നല്ലൊരു ശതമാനം പേര് പിണറായി മാറണം, പിണറായി മോശമാണ് എന്ന് എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം അവർക്കറിയാൻ പറ്റും എന്താണെന്നുള്ള കാര്യം. ഇനി പിണറായിയുടെ ഭരണവും അങ്ങനെ വലിയൊരു മോശം ഭരണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം ചില രംഗത്തൊക്കെ പിണറായിക്ക് നല്ല ഒരു വിജയം കൈവരിക്കാൻ. അതേത് മേഖലയാണ്? ഒന്ന് പ്രൈമറി നമ്മുടെ വിദ്യാഭ്യാസ മേഖല. കേരളത്തിലെ സ്കൂളുകളുടെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളുടെ മുഖച്ഛായ മാറി. അല്ല, ഗവൺമെൻറ് വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റിയെടുത്തു. ഗവൺമെൻറ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ പോകാൻ തുടങ്ങി. ആ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് യൂണിഫോം കൊടുത്ത്, അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്ത്, അവരെ കൊണ്ടുവന്നാക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ, ഇതൊക്കെ ചെയ്ത്. ഉച്ചഭക്ഷണം കൊടുത്തതൊക്കെ വലിയ കഥയാണ്. അല്ല, എന്തും ആയിക്കോട്ടെ. അതിനകത്തൊക്കെ പാവപ്പെട്ട അധ്യാപകർ പൈസ ഉണ്ടാക്കി അല്ല അങ്ങനെയല്ല കൊടുത്ത് പിന്നെ പദ്ധതി കൊണ്ടുവന്നു. പക്ഷേ സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കി. ഈ സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കി. പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായൊരു മാറ്റം നല്ലതായിരുന്നു. പിന്നെ അങ്ങനെ പവർ കട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഭരണം ഉണ്ടായിരുന്നു. കുടിവെള്ളം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. സർക്കാർ ആശുപത്രികളുടെ ഗുണനിലവാരത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ശരിയാണ്, വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പിന്നെ പട്ടിണിയില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അങ്ങേരുടെ ഭരണത്തിൻ്റെ. ആ ഭരണത്തിൽ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ റോഡും ബാക്കി കാര്യങ്ങളൊക്കെ വന്നതിലും ഇതിനകത്ത് മോദിയുടെ സംഭാവന വളരെ വലുതാണ്. ആശുപത്രികളുടെ കാര്യത്തിൽ നമ്മൾ എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് പോയാൽ അവിടുത്തെ പുതിയ കെട്ടിടമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. അതെ, മോദിയുടെ സംഭാവന വളരെ വലുതാണ്. അത് ആയുഷ്മാൻ പദ്ധതി ആയാലും, ഈ വീട് വെക്കുന്ന പദ്ധതി ആയാലും, കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി ആയാലും, പിന്നെ അന്നയോജന ആയാലും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തിട്ട് ഭരണം അങ്ങനെ ഒരു മോശം, ആ അർത്ഥത്തിൽ ഭരണം മോശമായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഭരണത്തിനിടയ്ക്ക് വന്ന് പെട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സ്വാധീനം ഭരണത്തിലുണ്ടായി എന്ന് വലിയൊരു ആക്ഷേപമുണ്ട്. വിശേഷിച്ചും മകളുടെയും മരുമകൻ്റെയും സ്വാധീനം ഉണ്ടായിരുന്നു എന്നൊരാക്ഷേപം ഞാൻ കേട്ടിട്ടുണ്ട്. അത് അത്ര അസ്ഥാനത്താണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം മരുമകൻ മന്ത്രിയാണല്ലോ. മരുമകനെ മന്ത്രിയാക്കി, അതൊക്കെ തന്നെയാണ് പ്രശ്നം. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കിയില്ല. മരുമകനെ മന്ത്രിയാക്കി വെച്ചു. മരുമകനെ മന്ത്രിയാക്കിയത് യോഗ്യതയുടെ പേരിലാണെന്ന് പറഞ്ഞാൽ ആളുകളത് വിശ്വസിക്കില്ല. ഇപ്പോൾ മറ്റേ ഗോവിന്ദൻ മാഷുടെ ഭാര്യ, എന്താണ് അവരുടെ പേര്? ശ്യാമള ടീച്ചർ. ശ്യാമള വളരെ വിദഗ്ധയാണെന്നും വലിയ പാർട്ടി നേതാവാണെന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞാലും അവർക്കത് കിട്ടിയത് ഗോവിന്ദൻ മാഷുടെ ഭാര്യ എന്ന നിലക്കാണ്. തീർച്ചയായിട്ടും. പിന്നെ അതൊരു പുതിയ പാരമ്പര്യമായിരുന്നു. വിജയരാഘവൻ്റെ ഭാര്യ എന്ന നിലക്കാണ് ബിന്ദു മന്ത്രിസ്ഥാനം കിട്ടുന്നതൊക്കെ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ
ആരോഗ്യരംഗത്തുണ്ടായ ഈ ഗുണഫലങ്ങളൊന്നും മാർക്കറ്റ് ചെയ്യുന്നതിൽ വീണ ജോർജും പരാജയപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി തലയിൽ വന്ന് വെട്ടത് പിണറായിയുടെയാണ്. അത് കാരണം മുഖ്യമന്ത്രിക്കാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കിട്ടുക, എല്ലാ ഡിസ്ക്രെഡിറ്റും മുഖ്യമന്ത്രിയുടെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള ബാക്കി മന്ത്രിമാരെല്ലാം നന്നായി പെർഫോം ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കിട്ടും. അവർ മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രെഡിറ്റും. അല്ല, ഡിസ്ക്രെഡിറ്റിന് മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന് പറയാൻ പറ്റില്ല സാർ. കാരണം അറിയോ, മുഖ്യമന്ത്രിക്ക് അറിയാം ഈ മന്ത്രിയുടെ പെർഫോമൻസ് മോശമാണ്, അങ്ങനെയുള്ളവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കണം, വേറെ ആളെ വെക്കണമായിരുന്നു. അല്ല, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അത് ചെയ്തില്ല. അത് ചെയ്യാതിരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. അതിന് വില കൊടുക്കേണ്ടി വന്നു. അതിന് മന്ത്രിമാരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നാൽ പോലും ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ഉടനെ വരും. 1.5 കൊല്ലം മറ്റോട്ടേ ഉള്ളൂ. 1.5 കൊല്ലം 1 കൊല്ലം മറ്റോട്ടേ ഉള്ളൂ പാർട്ടി. 1.5 കൊല്ലം ഉള്ളു പാർട്ടി കോൺഗ്രസ്സിന്. ആ പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ അളവ് ഇനി അവിടെ കിട്ടണമെന്നില്ല. അതെ, കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആയിരിക്കാൻ പ്രായത്തിൻ്റെ ഇളവ് കൊടുത്ത് അദ്ദേഹത്തെ എടുത്ത് വെക്കേണ്ട ഒരു കാര്യം പാർട്ടിക്കും ഉണ്ടായില്ല. പിന്നെ അത് മാത്രമല്ല, ഇനി അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടണം. പിണറായി ബോധപൂർവ്വം അങ്ങനെ ഒരാളെ വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല. അല്ല, അതിൽ ഞാൻ പറയണ പിണറായി വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾ വളർന്നു വരേണ്ടത് പാർട്ടിയാണ് വളർത്തേണ്ടത്. പാർട്ടിയിൽ അങ്ങനെ ഒരാളില്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ്. പക്ഷേ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ആ പദവിയിൽ വരുമ്പോൾ പോട്ടെ, പദവി കൊണ്ട് സ്വാഭാവികമായിട്ടും പദവിയുടെ ഹൈപ്പുണ്ടാവും, ഒരു ഹൈപ്പ് വരാം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ പിണറായി അതില്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകേണ്ടി വരും. റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പിണറായി പോയി കഴിഞ്ഞാൽ MLA ആണ് എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കാം. പാർട്ടിയിൽ ഇപ്പോൾ പിണറായി ചിലപ്പോൾ രാജിവെച്ചേക്കും ഒരു കഥ കേൾക്കുന്നുണ്ട്. എന്തിന്? നിയമസഭയിലേക്കില്ല. അതൊന്നും ഉണ്ടായില്ല. അതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ സമ്മതിക്കുന്നില്ല, ഉണ്ടാകുകയില്ല. അത് MLA ആയിട്ടിരിക്കും. ഇടയ്ക്ക് വന്ന് ഒപ്പിട്ടൊക്കെ പോകുക, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പ്രതിപക്ഷ നേതാവാനുമില്ല. പ്രതിപക്ഷ നേതാവായിട്ട് മറ്റാരെങ്കിലും വരുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ബാലഗോപാലിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബാലഗോപാലിന് ചാൻസ് ഉണ്ട്. കാരണം ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ 2 പേരാണുള്ളത്. പോളിറ്റ് ബ്യൂറോ 2 പേരല്ലേ ഉള്ളൂ, 2 പേര്. ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് പോയല്ലോ. അപ്പോൾ ബേബിക്ക് ഇവിടെ ഇല്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദനും പിണറായിയാണ്. സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഗോവിന്ദൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഗോവിന്ദൻ MLA അല്ല. പിണറായി ഇപ്പം അത് റിലിംഗ്വിഷ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലക്ക് ബാലഗോപാലിന് അതിൻ്റെ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ബാലഗോപാലിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റാർക്കെങ്കിലും കിട്ടും. വേറെ കേന്ദ്ര കമ്മിറ്റി അംഗം ജയിച്ചു വന്നതിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടേക്കാം. ഉണ്ട്. ആരൊക്കെയാണെന്നുള്ള കാര്യം. ശൈലജയുണ്ട്. അല്ല, ശൈലജ തോറ്റുപോയി. സണ്ണി ജോസഫാണ് ജയിച്ചത്. അല്ല, അത് അവിടെ പെരാവൂരിന്ന് ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള സ്ഥലമാണ്. പക്ഷേ അതിൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയില്ല. കാരണം പലവട്ടം അവരെ MLA ആക്കി ഒരു ടൈമിൽ മന്ത്രിയും ആക്കിയതല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടി ജയസാധ്യത ഇല്ലാത്തൊരു സ്ഥലത്ത് ജയസാധ്യത ഉണ്ടാക്കുന്നതിന് വേണ്ടി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് പോയി മത്സരിക്കുക തന്നെ വേണം. ടീച്ചർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജയിക്കുന്ന സീറ്റ് മാത്രമേ എനിക്ക് താല്പര്യമുള്ളതെന്ന് പറയാൻ പറ്റില്ല, ഒരാളും പറയാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ബംഗാളിലെ കണ്ടില്ലേ, സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലേക്ക് അങ്ങോട്ട് പോയി മത്സരിച്ചിട്ടാണ്. ചിലപ്പോൾ തോറ്റുപോകാം. അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ രാഷ്ട്രീയ പാർട്ടി പറയുന്നത് അനുസരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ട് അതിൽ നിന്ന് വിടുതൽ വാങ്ങിയിരിക്കണം. എന്നെ പരിഗണിക്കരുത്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിരിക്കണം. പക്ഷേ എന്നിട്ടും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ ബാധ്യസ്ഥനാണ്. അതെ, നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. അപ്പോൾ ജയസാധ്യത ഉള്ള സീറ്റ് തന്നെയല്ല എനിക്ക് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരാൾക്ക് പരാതി പറയാൻ പറ്റില്ല. തോൽക്കാനുള്ള സീറ്റിൽ ആളുകൾ മത്സരിക്കണ്ടേ? പാർട്ടിക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സാർ പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് എനിക്ക് തോന്നിയത്, പിണറായി സ്വാഭാവികമായും ഈ പാർട്ടി സമ്മേളനത്തോടുകൂടി പാർട്ടിയിലൊരു സാധാരണ അംഗമായിട്ട് മാറും. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോയേക്കാം. പോളിറ്റ് ബ്യൂറോയിൽ പ്രായത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വല്ല ക്ഷണിതാവായിട്ട് വെച്ചേക്കാം. അല്ല, പ്രായത്തിൻ്റെ പേരിൽ പിണറായി എല്ലായിടത്തു നിന്നും പോവുക എന്നുള്ളതാണ് സ്വാഭാവികം. ജ്യോതിബാസുവിനെയൊക്കെ ക്ഷണിതാവായിട്ട് വെച്ചിരുന്നു. ക്ഷണിതാവായിട്ട് വെച്ചാലും പോകാറില്ലല്ലോ അവരാരും, വല്ലപ്പോഴും പോകുന്നു. അപ്പോൾ അതായത് പിണറായി യുഗം അവസാനിച്ചു.
മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായി യുഗം അവസാനിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അപ്പോൾ നമ്മുടെ മരുമകൻ എന്ത് ചെയ്യും? മരുമകൻ പാർട്ടിയിൽ അല്ലാതെ തന്നെ ഉണ്ടല്ലോ, മരുമകൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ. അപ്പോൾ പിന്നെ അയാൾ പാർട്ടിയുടെ ഹയർ അപ്സിൽ എത്തിക്കഴിഞ്ഞു. അല്ല, അതിനകത്തൊരു വ്യത്യാസമുണ്ട്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആദ്യമായിട്ട് വന്ന ആൾ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു, എന്നിട്ട് മന്ത്രിയായി. അതിലൊക്കെ അസംതൃപ്തരായ ഒരുപാട് ആളുകൾ CPM ലുണ്ടായി. അത് ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ഇതുപോലെ മാറ്റാൻ പറ്റുള്ളൂ. അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാലോ? നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് കാരണം പിണറായിയുടെ ഒരു ഷീൽഡില്ല. അയാൾക്ക് പോകേണ്ടി വരും. ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എതിർ അപ്പോൾ ഗ്രൂപ്പ് ഫൈറ്റ് ആയില്ലേ? അല്ല, ഗ്രൂപ്പില്ല. പിണറായി ഇല്ലാതെ പിണറായി ഗ്രൂപ്പ് ഉണ്ടോ? അല്ല, പിണറായി ഇല്ലെങ്കിൽ പോലും അയാൾക്ക് അയാളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാമല്ല. പിണറായി റിയാസിൻ്റെ ഗ്രൂപ്പിൽ ആര് നിൽക്കാൻ? ഞാൻ ആ പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. അതെ, ആർക്കും ഉണ്ടാക്കാമല്ലോ, ആർക്കും ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തന്നെ വരും. നമ്മൾ ഈ ചില ആളുകളെ വെറുത്ത് ഒടുവിൽ സ്നേഹിച്ചു പോകുമെന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപക്ഷെ മലയാളിക്ക് ഒരു 4-5 മാസം കഴിയുമ്പോൾ പിണറായിയോടുള്ള സ്നേഹം തുടങ്ങുമായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അയാളെ അത്ര മോശക്കാരനായിട്ട് കണ്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് പുതിയ UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ തുടങ്ങാറിയാം. പിന്നെ UDF സർക്കാർ ഇപ്പം തന്നെ അവർ വേണ്ടത്ര അവമതിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഓരോ ദിവസം കഴിയുന്തോറും ഇത് കൂടിക്കൊണ്ടിരിക്കും. അല്ല, അത് സ്വാഭാവികമല്ലേ സർ? കേരളത്തിൽ ഇതിനു മുമ്പ് എപ്പോഴാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് അനായാസവും നടന്നിട്ടുള്ളത്? അല്ല, ഒരിക്കലും നടന്നിട്ടില്ല. അത് ഒറ്റ വരി പ്രമേയത്തിലാണ് തീരുക. പാർലമെൻ്ററി പാർട്ടി ചേർന്നതിന് ശേഷം ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കും. അതാണ് എന്നും നടന്നിട്ടേക്കണത്. പക്ഷേ പിന്നെ കരുണാകരനും ആൻ്റണിയൊക്കെ ഉള്ള സമയത്ത്, ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള സമയത്ത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇവരിൽ ഒരാളായിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. അതല്ലാതെ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്തിട്ട് എടുക്കില്ല. പിന്നെ കുറേ പേര് അഭിപ്രായങ്ങൾ പറയും, അഭിപ്രായങ്ങൾ തോന്നിയതൊക്കെ പറയും. അതെങ്ങനെ വെച്ചാൽ പാർട്ടിക്കകത്ത് ശത്രുതയുള്ളവൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പറയും. ഇപ്പോൾ മുസ്ലിങ്ങളുടെയും വോട്ടില്ലെങ്കിൽ തനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ആർക്കറിയാം? രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് കോൺഗ്രസിൻ്റെ നേതാക്കളെ നിശ്ചയിക്കാനും മുസ്ലിം ലീഗിന് അധികാരമുണ്ടെന്ന് അദ്ദേഹം പറയാൻ കാരണം അതാണ്. അപ്പോൾ അത് അല്ലാതെ വേറെ വിശേഷിച്ച് കാര്യമൊന്നുമില്ല. എത്ര മ്ലേച്ഛമായ അഭിപ്രായമാണ്. അല്ല, മാത്യു കുഴനാടനാണെങ്കിൽ മുസ്ലിങ്ങളുടെ സഹായം ആവശ്യവുമില്ല. അപ്പോൾ രണ്ടുപേർക്കും ഇത് പറയാൻ പറ്റും. മാത്യു കുഴനാടൻ കഴിഞ്ഞ ദിവസം ഒരു ഗംഭീരമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അതായത് SIR കുഴപ്പമൊന്നുമില്ല, SIR നല്ലതാണ്. SIR നടത്തിയത് കൊണ്ട് കുറേ വോട്ടുകൾ ഒഴിവായിപ്പോയി, അതെല്ലാം CPMൻ്റെ കള്ള വോട്ടുകളായിരുന്നു, ഞങ്ങളുടെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ? അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കും, അതെല്ലാവരും അംഗീകരിക്കും, ഇങ്ങോട്ട് പോരും. പിണറായിക്ക് ശേഷം ആരായിരിക്കും CPMൽ സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ? പിണറായിക്ക് ശേഷം സംഘടനാ രംഗത്തേക്ക് ശക്തമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരാൾ സ്വരാജ് ആയിരിക്കും. സ്വരാജ്. കാരണം സ്വരാജ് മിടുക്കനാണ്, അത്യാവശ്യം നല്ല വായനയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. പിന്നെ ഇത് കാര്യഗൗരവത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. അയാൾക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും ഇതൊക്കെ ഉണ്ട്. അയാൾ മാധ്യമങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരാളല്ല അയാൾ, അതയാൾക്കും അറിയാം. പക്ഷേ പാർട്ടി സംഘടന നടത്തിക്കൊണ്ടു പോകാനുള്ള കെൽപ്പുള്ള ഒരാൾ സ്വരാജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സെക്രട്ടറി ആകാൻ. സംസ്ഥാന സെക്രട്ടറി. ഗോവിന്ദനെ കൊണ്ട് ആ പണി ഗോവിന്ദന് പറ്റില്ല എന്നുള്ള കാര്യം ഗോവിന്ദന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഉടനെ മാറുന്നതല്ല, നമ്മുടെ അടുത്ത പാർട്ടി കോൺഗ്രസ്സിൽ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് സംസ്ഥാന സമ്മേളനത്തിൽ ഗോവിന്ദൻ മാറി സ്വരാജ് സംസ്ഥാന സെക്രട്ടറി ആകാൻ സാധിക്കും. ഒരു പുതിയൊരു രീതി വരണ്ടേ, ഒരു ജൻസി അല്ലേ, ചെറുപ്പക്കാരുടെ താരതമ്യേന ചെറുപ്പക്കാർ. പിന്നെ അത് മാത്രമല്ല, അതിൽ പാർട്ടി ഏറ്റവും ഗൗരവമായിട്ട് കാണേണ്ടതൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ണൂർ മേഖലയിൽ പാർട്ടിക്കുണ്ടായേക്കുന്ന ക്ഷീണം ചെറുതല്ല. അതെ, അവിടെ തകർച്ചയുണ്ട്. മലബാറിലെ കോട്ടകളൊക്കെ തകർന്നു. ആ തകർച്ച എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ള കാര്യമാണ് പ്രശ്നം. പിന്നെ ഏറ്റവും നല്ലത് കണ്ണൂർ മേഖലയിൽ മലബാർ മേഖല തിരിച്ചു പിടിക്കാൻ P. ജയരാജനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നൂടെ? എന്നാൽ അതൊക്കെ നമുക്ക് തോന്നേണ്, പ്രായത്തിൻ്റെ ഒരു ഘടകമുണ്ട്, ഒരു പ്രശ്നമുണ്ട് അതിനകത്തൊക്കെ. അല്ല, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും. അല്ല, ആർക്കും താല്പര്യം ഉണ്ടാകും. പക്ഷേ പ്രായം ഒരു ഘടകമല്ലേ. P. ജയരാജനൊക്കെ ഒരു 70-75 വയസ്സിൻ്റെ അടുത്തില്ലേ?
അത്രയും പ്രായമുള്ളവരൊക്കെയാണ് CPM-ൻ്റെ ലീഡർഷിപ്പ്. അല്ല, അതിപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. പിന്നെ എക്സംഷൻ കിട്ടണ്ടേ? അടുത്ത പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ബേബിക്ക് പോലും എക്സംഷൻ കിട്ടണമെന്നില്ല. ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കൊടുത്തേക്കും. ആള് വേണ്ടേ, ആരെങ്കിലും വേണ്ടേ ആക്കാൻ? ആക്കാൻ ആരെങ്കിലും വേണ്ട. പിന്നെ വേറൊരു കാര്യം, ഇത് പിണറായിക്ക് ഉള്ള കഴിവ് ഇപ്പോൾ അതിനകത്ത് ആരുമില്ല. അതെ അതെ. പിണറായി പോലെ ഒരു ക്രൗഡ് പുള്ളർ, ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി അത് CPM-ൽ മാത്രമല്ല, സംഘടനയെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരാളാണ്. CPM-ൽ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ടവറിംഗ് പേഴ്സണാലിറ്റി പിണറായി വിജയനാണ്. അത് സംശയവും വേണ്ട. ഒരുപക്ഷെ ഡാങ് സിയാവോപിങ്ങൊക്കെ വിരമിച്ചതിന് ശേഷവും അദ്ദേഹം ചുമതലയിൽ ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹമായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അങ്ങനെയും സംഭവിച്ചുകൂടാഴികയില്ല. അങ്ങനെയും വരാം, വരണമെങ്കിൽ വരട്ടെ. അതെ അതെ.